ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് നമ്മുടെ പ്രീ ഓൺഡ് ലക്ഷറി കാസിൻ്റെ ഷോറൂമിലാണ്. ഈ ഷോറൂമിൻ്റെ പേര് വരുന്നത് കാമധേനു കാസ് എന്നാണ്. കാമധേനു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നസെൻ്റ് ഏട്ടനാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ കിലുക്കം പടത്തിലെ ആ ഒരു സീൻസൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ഇവിടെ വരുന്ന നമുക്ക് ഒരു കിട്ടിലം ലക്ഷറി കാസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ എല്ലാം ഗുജറാത്ത് കാസാണ് നമുക്ക് വരുന്നത്. നമുക്ക് കിട്ടിലം പ്രൈസിലാണ് ഇവിടെ വാഹനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതെന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് കയറി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രേച്ചസ് കാക്കാസിലേക്ക് സ്വാഗതം. ഫസ്റ്റ് തന്നെ നമുക്ക് ഓഡി Q5 തന്നെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ഓഡി Q5 വരുന്നത് 2011 നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ 68,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രൈസാണ് മെയിനായിട്ട് എടുത്തു പറയേണ്ടത്. 9 ലക്ഷം രൂപയാണ്. വിത്ത് NOC ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ചില അതർ രജിസ്ട്രേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 9 ലക്ഷം രൂപക്ക് Q5 2011 മോഡലിൽ നമുക്ക് 9 ലക്ഷത്തിന് കിട്ടുന്നതാണ്. ഓഡി Q5ൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് Q5 2011 മോഡലിലെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. കുറച്ച് നീറ്റ് ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. നല്ല അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കുള്ളൊരു വാഹനം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഡ്രൈവ് ചെയ്ത് നോക്കുക ഈ ഒരു വാഹനം എങ്ങനെയാണെന്നുള്ളത്. 68,000 കിലോമീറ്റർ ജസ്റ്റ് ഓടിയിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞാൽ 2011 വാഹനമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയർ എന്ന് വരുന്നത്. ബാക്ക് സീറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സീറ്റ്, ലെതർ സീറ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ ബെൻസ് സ്കൂട്ടറാണ്. അപ്പോൾ ബെൻസിൻ്റെ 2014 മോഡലാണ് വരുന്നത്. GLA 200 ആണ് വരുന്നത്. ഡീസലാണ്, സിംഗിൾ ഓണറാണ്. 1 lakh എബോ നമുക്ക് കിലോമീറ്റർ പോയിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 14 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് കാണാം. ഇതാണ് 2014 മോഡൽ നമ്മുടെ GLA 200ൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് നമുക്ക് ഈ ഒരു ഇൻറ്റീരിയർ വരുന്നത്. അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള ലുക്കാണ്. നീറ്റ് ആൻഡ് കണ്ടീഷനാണ് ഈ ഒരു വാഹനം ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓഡി A8 ആണ് നമ്മുടെ ലക്ഷറി എഡിഷനാണ് വരുന്നത്. 2013 മോഡലാണ് വരുന്നത്. ഇതിന് നമ്മുടെ കിലോമീറ്റർ വരുന്നത് 45,000 കിലോമീറ്ററാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 24 ലക്ഷം രൂപയാണ്. അത്യാവശ്യം നല്ല കണ്ടീഷൻ, നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇവിടെ വേറെ സെയിൽസ് മാനേജർ ആരും ഇല്ലേ എന്ന് ഓർക്കും. പക്ഷേ പുള്ളിക്കാരനും ഒരു മടിയായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു പേപ്പർ തന്നു വിട്ടേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ. അതുമാത്രമല്ല ഈ ഒരു വാഹനങ്ങൾ അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനം കൂടിയാണ്. മെയിനായിട്ട് എടുത്ത് പറയേണ്ട, ഞാൻ ഇങ്ങനെ ലക്ഷറി പ്രീ ഓൺ കാസിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യൽ കുറവാണ്. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഡ്രൈവ് ചെയ്ത് നോക്കുക. അതുകൂടാണ്ട് നമുക്ക് ഈ ഷോറൂമിലാണെങ്കിൽ, നമ്മുടെ ബെൻസിൻ്റെ ഷോറൂമിലാണെങ്കിൽ, ഓഡിയുടെ ഷോറൂമിലാണെങ്കിൽ ചെക്ക് ചെയ്യുക. മെയിനായിട്ട് അതാണ് എനിക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളൊരു ഡ്രൈവ് കാര്യങ്ങൾ നോക്കിയാൽ പക്ക ക്വാളിറ്റി വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്തായാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓഡി A8ൻ്റെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. ഇതും നമ്മുടെ ഒരു പ്രീമിയം ലുക്കുള്ളൊരു ഇൻറ്റീരിയറാണ്. ഓഡി A8ൻ്റെ ലക്ഷറി ഒരു ഇൻറ്റീരിയേഴ്സാണ്. നമുക്ക് സെൻട്രൽ കൺസോളിലൊക്കെ തന്നെ ഒരുപാട് സ്വിച്ചസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. നമ്മുടെ സീറ്റ് ആണെങ്കിൽ ലെതർ ഫിനിഷിംഗ് ആണ് വരുന്നത്. പ്രീമിയം ലുക്കും കാര്യങ്ങളാണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനം കൂടിയാണ് നമ്മുടെ ഓഡി A8 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ ബെൻസ് E-ക്ലാസ് ആണ് വരുന്നത്. നമ്മുടെ E200 ആണ്, പെട്രോളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2015 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. നമുക്കിത് 52,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 16.5 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനം വരുന്നത്. നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനം കൂടിയാണ്. വൈറ്റ് കളറിലാണ് വരുന്നത്. അത്യാവശ്യം നമ്മൾ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. പക്ഷേ നമുക്ക് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഈ ഒരു വാഹനങ്ങൾക്ക്, ഈ കിടക്കുന്ന വാഹനങ്ങൾക്ക് ഒന്നിനും തന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ അത് മാത്രമല്ല, പിന്നെ നമുക്ക് E-ക്ലാസിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ E-ക്ലാസിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഇതും നല്ലൊരു പ്രീമിയം ലുക്കുള്ളൊരു ഇൻറ്റീരിയർ കാര്യങ്ങളാണ് വരുന്നത്. 2015 മോഡലിലെ
ഒരു ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. ഈ ക്ലാസ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് നമുക്ക് ഈ ഒരു വാഹനം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ BMW X1 എന്ന് പറയുന്നൊരു മോഡൽ. 2017 മോഡലാണ്. അപ്പോൾ നമുക്ക് ഇത് സിംഗിൾ ഓണറാണ്, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 18 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതാണ് നമ്മുടെ X1ൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇൻറ്റീരിയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് X1ൻ്റെ ഇൻറ്റീരിയറാണ്. 2017 മോഡൽ X1ൻ്റെ ഒരു ഇൻറ്റീരിയറാണ്. ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡാണ് നമുക്കിതിൽ വരുന്നത്. ബ്ലാക്ക് പിയാനോ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ്, ഡീസലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ഓണറാണ് ഈ ഒരു വാഹനം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വാഹനം നമ്മുടെ ലെക്സസ് NH300 എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പോൾ 2018 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. അതുപോലെ തന്നെ നമുക്കൊരു പ്രൈസ് വരുന്നത് 36 ലക്ഷം രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്കിത് കേരള ഇവിടെ നമുക്ക് കിട്ടുന്നത് അവൈലബിളായിട്ട് കിട്ടണമെങ്കിൽ നമുക്കൊരു 50 ലക്ഷം രൂപ കൊടുത്താലേ ഈ ഒരു വാഹനം കിട്ടുള്ളൂ. ഇത് അതർ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് നമുക്കൊരു 36 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. വിത്ത് NOC ആണ് ഞാൻ പറയുന്നത്. 36 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്. പിന്നെ അതുമാത്രമല്ല ഹൈബ്രിഡ് ആണ് ഈ ഒരു വാഹനം. നമുക്ക് അത്യാവശ്യം നല്ല സിറ്റിയിൽ നമുക്കൊരു 18 കിട്ടുമെങ്കിൽ നമുക്ക് ഹൈവേ കാര്യങ്ങൾക്ക് നമുക്ക് 20 എബോവ് നമുക്ക് എന്തായാലും ഈ ഒരു വാഹനം കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കും കാര്യങ്ങളാണ്. 2018 മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം. ലെക്സസിൻ്റെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. 2018 മോഡൽ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അത്യാവശ്യം നല്ല കിട്ടിലും സ്പേസ് കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ലെതർ ഫിനിഷിങ്ങുള്ള സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പാനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. നമുക്ക് ഒരു പ്രീമിയം ഒരു ക്ലാസ് ലുക്കുള്ളൊരു വാഹനം കൂടിയാണ്. BMW 3 സീരീസ് GT വേരിയൻ്റ് ആണ്. അപ്പോൾ 2017 മോഡലാണ്. 76,000 കിലോമീറ്റർ ഓടിയൊരു വാഹനം കൂടിയാണ്. ഡീസൽ എഞ്ചിനാണ്. നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് 18 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ BMW GT 3 സീരീസിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഒരു ബ്രൗൺ ഫിനിഷിംഗ് ആണ് നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഒരു ഡാഷും കാര്യങ്ങളും വരുന്നുണ്ട്. പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവരും ഒരു ഫേവറേറ്റ് കാറാണ് 3 സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. പ്രീ ഓൺഡ് ലക്ഷറി കാർസ് ആയിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാമധേനു കാസ് എന്ന് പറയുന്ന ഷോറൂമിലാണ് നമ്മളുണ്ടായിരുന്നത്. വൈറ്റിലയിലാണ് ഈ ഷോറൂം വരുന്നത്. അത്യാവശ്യം നല്ല കിഡിലും കളക്ഷൻസ് ആണുള്ളത്. നല്ല പ്രൈസും വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങളെല്ലാവരും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷറി കാർസിൻ്റെ ഷോറൂമിൽ പോയി നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. എൻ്റെ ഒരു ഇതിൽ മേജർ അപകടങ്ങളും കാര്യങ്ങളും ഈ ഒരു വാഹനങ്ങൾക്ക് ഒന്നിനും സംഭവിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം ഇവിടെ ഉള്ളത്. ഇവിടെ 3 മാസമായിട്ട് ഈ ഒരു ഷോറൂം തുടങ്ങിയത് ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എന്തായാലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക. ഞാൻ താഴെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കണം. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.